ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുകൊണ്ടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ ലക്ഷ്മീനെ പോലീസുകാർ വന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ അത് കാരണം നമ്മുടെ ദേവു രേവതിനെ സച്ചിനെയും വിളിച്ച് വിവരം അറിയിച്ചതും പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ രേവതിയും സച്ചിയും എത്തുകയാണ്. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരോട് ഓരോന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ. പോലീസുകാരോട് ഓരോന്ന് പറയുകയാണ്. എങ്ങനെയെങ്കിലും സാറേ അമ്മേനെ ഇറക്കണം, കാരണം അമ്മ നിരപരാധിയാണ്, അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അമ്മേനെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്, അമ്മേനെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, പ്രതിനെ കിട്ടിയില്ലെങ്കിൽ അടുത്ത എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അപ്പം നമ്മുടെ സച്ചി ഓരോന്ന് പറഞ്ഞിട്ടും പോലീസുകാർ മൈൻഡ് ചെയ്യുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഇവിടുന്ന് മാറിപ്പൊക്കോണം, നിങ്ങൾ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്, സാറേ ഞങ്ങളുടെ കയ്യിൽ തന്നെയല്ലേ സാറേ ന്യായം, കാരണം ഞങ്ങളുടെ കയ്യിലെ ന്യായമുള്ളത്. ഇങ്ങനെ ഒരാളെ പിടിച്ചോണ്ട് വരാനും അത് പ്രതിയായ ഒരാളെ പിടിച്ചോണ്ട് വന്നാലും കുഴപ്പമില്ല, ഇത് പ്രതിയുടെ അമ്മേനെ പിടിച്ചോണ്ട് വരാൻ സാറിന് എവിടെന്നാ ന്യായം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, നീ കൂടുതൽ ന്യായത്തിന്റെ കാര്യമൊന്നും പറയണ്ട, നിർത്തിക്കോ, സംസാരം നിർത്തിക്കിട്ട് ഇറങ്ങാൻ നോക്കിക്കോ, ഏതായാലും അവനെയൊക്കെ നീക്കൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഒരിക്കലും അവനെ വിടാതെ ഇവിടെ ആരെയും വിടാൻ പോകുന്നില്ല, ഇറങ്ങി പോടാന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് കൂടുതൽ ഓവറായിട്ട് അവിടെ നിന്ന് പ്രതികരിക്കാനോ ഒന്നും പറ്റില്ല. എങ്ങനെയും നൈസായിട്ട് നമ്മുടെ ലക്ഷ്മീനെ തിരികെ കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പൊ രേവതി മാക്സിമം പറയുന്നുണ്ട്, സാറേ ഇത് ശരിയാണോ സാറേ, പ്ലീസ് സാറേ, അവൻ ചെയ്ത തെറ്റിന് എന്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ലക്ഷ്മി പറയുന്നുണ്ട്, അവൻ കാരണം എന്റെ ഗതി ഇതാവുക, ഞാനും ആത്മഹത്യ ചെയ്യാൻ പോവുക എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവന്റെ അച്ഛന്റെ ഗതി തന്നെ എനിക്കും വരണം, അവൻ ഈ ചതി എന്നോട് ചെയ്തതിനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും പറയല്ലേ, അവനൊരു തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി നോക്കിക്കഴിഞ്ഞപ്പം എന്താ പോലീസുകാരൻ അമ്പിലും വില്ലിനും ഒന്നും അടുക്കണില്ല, പോലീസുകാരനെ പറഞ്ഞ് മയക്കാനൊക്കെ നോക്കണം. മയക്കാനല്ല, ന്യായമായ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടൊന്നും പോലീസുകാരൻ അവിടെയുള്ള SI അംഗീകരിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സച്ചിന്റെ അവധിയും പുറത്തു വന്നിട്ട് എന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ കോർട്ടിൽ വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, ആദ്യം അവൻ വരട്ടെ, നിങ്ങളൊരു വക്കീലിനെ കണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവിടെ നിന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പൊ എന്തോ ഒരു സച്ചിനെ അറിയുന്ന ഒരു പോലീസുകാരനോ കുറച്ച് മനസാക്ഷിയുള്ള ഒരുത്തനോ അങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു നല്ലൊരു വക്കീലിനെ പോയി കാണാം, നല്ലൊരു വക്കീലിനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വിടും, അല്ലെങ്കിൽ പിന്നെ കേസ് നമുക്ക് ഒത്തുതീർപ്പാക്കാം, കേസ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒരു നല്ലൊരു വക്കീലിനെ കണ്ട ആ വക്കീലിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വക്കീലിന്റെ ആ ഒരു നമ്പർ കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഏകദേശം കുറച്ച് ആശ്വാസമായിട്ടോ. അപ്പോഴത്തേക്കും ആ നമ്പർ കൊടുക്കുന്ന ആ പോലീസുകാരെ SI വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും SI ചോദിച്ചു, നിങ്ങൾ എന്താണോ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് പോകാൻ ഇതുവരെ സമയം ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്റെ പൊന്ന് സാറേ, ദയവ് ചെയ്ത് ഒന്ന് ആ സ്ത്രീനെ വിട്, ആ സ്ത്രീ എന്ത് തെറ്റാ ചെയ്തത്, ഞങ്ങൾ ശരത്തിനെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കിയ പോരെ സാറേ പ്ലീസ് സാറേ അമ്മേനെ വിട് എന്ന് പറഞ്ഞ് ദേവും രേവതിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും SIക്ക് എന്തോ ഒരു ചെറിയൊരു മനസ്സലിവ്, എന്തോ ഒരു ഇത് തോന്നിയിട്ട് പറഞ്ഞു, ഇന്ന് ഒരു ദിവസത്തേന് ഓക്കെ, ഞങ്ങള് അതായത് ഈ സ്ത്രീയെ വിട്ടയക്കാൻ കുഴപ്പമില്ല, പക്ഷെ നാളെയും അവൻ ഇവിടെ ഹാജരായിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ത്രീയെ വീണ്ടും പിടിച്ചുകൊണ്ട് വരും, അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പ്രതിയെ ഒളിപ്പിച്ച് നിർത്താതെ പ്രതി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ നോക്കാൻ പറയാം. അപ്പൊ ഇതൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരാതി തന്ന സ്ത്രീ പരാതി പിൻവലിക്കണം, അങ്ങനെയാണ് ഓക്കെ, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ കർശനം പറഞ്ഞു കേട്ടോ പോലീസുകാർ അവിടെ നിന്ന് പറഞ്ഞു. ഏതായാലും ആശ്വാസം, താൽക്കാലികം ഒരു ആശ്വാസം നമ്മുടെ സച്ചിക്കും രേവതിക്കും ദേവുവിനും ലക്ഷ്മിക്കൊക്കെ കിട്ടി. ഇവര് നേരെ നമ്മുടെ ലക്ഷ്മീനെയും കൂട്ടി പോവുകയാണ് വീട്ടിലേക്ക്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിനെ ആന്റണി വിളിച്ചായിരുന്നല്ലോ. അപ്പം ശ്രുതിയും മീരയും കൂടെ ആന്റണീനെ കാണാൻ പോവാണ്. ശ്രുതിക്കും മീരയ്ക്കും ഭയങ്കര ടെൻഷൻ, ഇതിനകത്തിനായിരിക്കും ഇപ്പം വിളിച്ചത്, വീഡിയോസ് എല്ലാം എടുത്ത് കൊടുത്തല്ലോ, അപ്പൊ എന്തിനായിരിക്കും വിളിച്ചത്, രണ്ടുപേർക്ക് ഭയങ്കര ഡൗട്ടും സംശയവും കാര്യങ്ങളും. ഏതായാലും ചെല്ലാം, ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ആന്റണിയുടെ താവളത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആരെയാ അവന്റെ പേരും പെട്ടെന്ന് മറന്നുപോയില്ലോ, നമ്മുടെ PA അതായത് നവീൻ ദാസിനെ അവിടെ ഇടിച്ചു പഞ്ചറാക്കി ഇട്ടിരിക്കുകയാണ്. ഒന്ന് ശ്വാസം പോലും ചൊവ്വ നേരെ എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ ചാവൂല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാക്കി ഇട്ടേക്കാണ് ആന്റണി. എന്നിട്ട് ശ്രുതിയോട് പറയാണ്, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനൊന്നും പറ്റത്തില്ല എന്റെ പൊന്നു പെങ്ങളെ, ഒരു കാര്യം ചെയ്യുക,
ഇവനെ ചികിത്സിപ്പിക്കണമെങ്കിൽ കുറച്ച് കാശ് വേണം. അത് എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ നന്നേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ക്യാഷോ? എന്തിന്? എന്റെ പൊന്ന് ആന്റണി, നീ ചോദിച്ചിട്ട് ഞാൻ നിനക്ക് വീഡിയോ എല്ലാം കൊണ്ട് തന്നില്ലേ? ഇവനെ നീ സെറ്റാക്കിക്കോളാം, നീ കൈകാര്യം ചെയ്യാതോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ക്യാഷ് എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ഇവനെ കൊണ്ട് ചികിത്സിപ്പിക്കാനോ എന്ന് വെച്ചപ്പോ ചികിത്സിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇവിടത്തെ ഹോസ്പിറ്റലിലൊന്നും ചികിത്സിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇവനെ എവിടെന്നെങ്കിലും നാട് കടത്തണം, ഇവിടെ എങ്ങോട്ടെങ്കിലും നാട് കടത്തണം. അപ്പൊ നാട് കടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നാട് കടത്തണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രുതിയോട് വന്ന് പറയാണ് കേട്ടോ. ഏതായാലും അതുകൊണ്ട് കുറച്ച് പൈസ ഇറക്കണം ശ്രുതി എന്ന് പറയാം. അപ്പൊ ശ്രുതി ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ലാസ്റ്റ് ആന്റണി പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ പ്രശ്നം എന്റെ പൊന്നു പെങ്ങളെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ്. ഇവൻ വല്ല ഇവിടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷിക്കും, പിന്നെ പുറകെ പോലീസുകാർ വരും, പെങ്ങളെയും പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് എന്റെ കാര്യം ചെയ്യുക. ഏതായാലും ഇവൻ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ചികിത്സിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ പൈസ വേണമെന്ന് പറയാണ്. ലാസ്റ്റ് എന്താണ് പറ്റും? നമ്മുടെ ശ്രുതി പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. എന്തേലും ചെയ്യാം, എന്തേലും പൈസ എങ്ങനെയും ഒപ്പിച്ച് തരാം ആന്റണി, ഇവനെ എങ്ങനെയും ഒന്ന് നാട് കടത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ ശ്രുതിയും മീരയും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ നമ്മുടെ നവീൻദാസും ആന്റണിയും കൂടെ ഒത്തോണ്ടാണ് കേട്ടോ. ഏതായാലും കുറച്ച് പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് ആന്റണിക്ക് മനസ്സിലായി. അതുകൊണ്ട് നവീൻദാസും ആന്റണിയും കൂടെ അങ്ങോട്ട് ഒത്തുപിടിച്ചിട്ട് ഈ ചുമ്മാ വേഷം കെട്ടി ചത്ത പോലെ കിടന്നതാണ് നമ്മുടെ നവീൻദാസ്. എന്നിട്ട് ഇവര് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ പൈസ തട്ടിയെടുക്കാനുള്ള പരിപാടി. ശ്രുതിക്ക് ഇത് തന്നെ വേണം. കാരണം ശ്രുതി കള്ളത്തരം ഇത്രയും ചെയ്ത് ശ്രുതി ആരെങ്കിലും പറ്റിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അപ്പം ശ്രുതിയെ പറ്റിച്ച് പൈസ മേടിക്കാനുള്ള ആന്റണിയുടെയും നവീൻദാസിന്റെ അട്ടമാണ് കേട്ടോ അത്. അപ്പൊ ആ ഒരു സീൻ അതാണ് കാണിക്കുന്നത്. പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വക്കീലിന്റെ നമ്പർ കൊടുത്തല്ലോ. ആ വക്കീലിന്റെ നമ്പറുമായിട്ട് നമ്മുടെ സച്ചി രേവതി നേരെ വക്കീലിനെ കാണാനായിട്ട് ചെല്ലാണ്. അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് ചെന്ന ആ ഒരു സ്പോട്ടില് ആ വക്കീൽ ആരോടോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കേസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ആ വക്കീൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തോ വലിയൊരു കേസാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി അങ്ങ് കയറി ചെന്നു. സച്ചി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്റെ അളിയൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് സാറേ, എങ്ങനെയെങ്കിലും ഊരണം, മാത്രമല്ല അവന്റെ അമ്മേനെ വരെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീൽ ചോദിച്ചു, അല്ല ഇപ്പൊ അയാൾ എവിടെയുണ്ട്, ഈ പറയുന്ന പ്രതി എവിടെയുണ്ട്? അത് പിന്നെ സാറേ അവന് നിങ്ങൾ സത്യം പറ, ഇതേ എന്നോടല്ലേ, നിങ്ങൾ പോലീസുകാരോടൊന്നും അല്ലല്ലോ പറയുന്നത്, നിങ്ങൾ എന്നോട് സത്യം പറ, എന്നാലും എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതായാലും പോലീസിന്റെ പിടിയിലല്ലല്ലോ? ഇല്ല സാറേ, പോലീസിന്റെ പിടിയിലല്ല, തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയേക്കാണ്, ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കാണ് എന്ന് സച്ചി പറഞ്ഞു. അപ്പം പറഞ്ഞു അതേതായാലും നന്നായി, അതായത് ഇയാൾ അങ്ങനെ ചെയ്തത് നന്നായി, വേറെ ഒന്നുമല്ല, ഇപ്പം തൽക്കാലം പിടിയൊന്നും കൊടുക്കണ്ട, നമുക്ക് ജാമ്യം എങ്ങനെയും എടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ നോക്കാം, ഇപ്പൊ എന്തേലും ചെയ്യാം. പിന്നെ ഈ ആരുടെ മാലയാ, എന്താ തട്ടിപ്പറിച്ചോണ്ട് ഓടിയത്? അത് പിന്നെ ക്യാഷാ സാറേ. ആ ക്യാഷ് തിരിച്ചൊക്കെ കൊടുത്തതാണ്. പിന്നെ ഈ ഒരു CCTV ദൃശ്യം ഇപ്പൊ മൊത്തം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാണ്. പിന്നെ എന്റെ അമ്മയും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു കുടുംബ പ്രശ്നമുണ്ട്, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ചേരത്തില്ലല്ലോ സാറേ, അങ്ങനെ ഒരു ചെറിയ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അമ്മയാണ് കൊണ്ട് കേസ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, എന്നാ പിന്നെ സിമ്പിൾ അല്ലേടോ, തന്റെ അമ്മയാണെങ്കിൽ തന്റെ അമ്മേനെ കൊണ്ട് കേസ് അങ്ങ് പിൻവലിപ്പിച്ചാ പോരെ, അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ, തന്റെ അമ്മേനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ ഈ വക്കീലിന്റെ പുറകെ നടക്കുവോ, എനിക്ക് പൈസ തരുവോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ തീരുമാനമാക്കിയിട്ട് നമ്മുടെ സച്ചി ഇറങ്ങുകയാണ്. സച്ചി എങ്ങോട്ടാ പോകുന്നത്? ചന്ദ്രോദയത്തേക്ക്. അങ്ങനെ ചന്ദ്രോദയത്തേക്ക് നമ്മുടെ സച്ചി ചെല്ലുകയാണ്. അപ്പം ചന്ദ്രോദയത്തേക്ക് സച്ചി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പം എന്ന്. കാരണം ചന്ദ്രോദയത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ ഇല്ല, പിന്നെ എന്തിനാ സച്ചിയേട്ടാ നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനുണ്ടല്ലോ അവിടെ, അച്ഛൻ ആ ഒരു ദേഷ്യത്തിലൊക്കെ പറഞ്ഞതായിരിക്കുവേ. അപ്പൊ അച്ഛൻ ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛനെ പറഞ്ഞൊന്ന് സോപ്പിട്ട് മയക്കി നമുക്ക് എടുക്കാം. കാരണം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകും രേവതി, നിന്റെ സങ്കടം കേട്ടാൽ അച്ഛൻ മനസ്സിലാകും, നമുക്ക് ആ ഒരു പ്രശ്നം അച്ഛനെ കൊണ്ട് തന്നെ പരിഹരിപ്പിക്കാന്ന് പറഞ്ഞു നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഏതായാലും രവീന്ദ്രന്റെ അടുത്ത് ചെന്ന് നമ്മുടെ സച്ചിയും രേവതിയും കരഞ്ഞ് കാലു പിടിച്ച് അങ്ങനെ രവീന്ദ്രൻ സമ്മതിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് എങ്ങനെയെങ്കിലും ചന്ദ്രനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന്. അപ്പൊ ഏകദേശം നാളെ ഈ ഒരു സീനൊക്കെ ഇത്ര വരെ എത്തുമെന്നൊന്നും അറിയില്ല, ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കാം വിശേഷം അവസാനിക്കുന്നത്. അപ്പം നമ്മളിപ്പോ ഒരു ചെറിയ പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഏതായാലും ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ, ഇനിയിപ്പോ ചന്ദ്ര സമ്മതിക്കുവോ, ചന്ദ്ര ഇനിയിപ്പോ കേസ് പിൻവലിപ്പിക്കുവോ എന്നൊക്കെ ചന്ദ്രയ്ക്കേ അറിയത്തുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ കേട്ടോ. ഏതായാലും ചന്ദ്ര അവിടെ ഭയങ്കര ഏത്തപ്പഴവും മറ്റേ ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിരുന്ന് നമ്മുടെ ഭാമയുടെ കൂടെ ഇരുന്ന് ഭയങ്കര കഴിയാണ് കേട്ടോ.
അതായത് അവിടെ എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ചന്ദ്ര നിൽക്കുന്നത്. ഇവിടെ രവീന്ദ്രനൊക്കെ ഭയങ്കര സങ്കടമാണെങ്കിൽ അവിടെ നന്നായിട്ട് എൻജോയ്മെന്റ് ആണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും ഭാമയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. വിത്ത് ഡയലോഗ് ഇട്ടാണ് ഫുള്ള് നമ്മൾ പറയുന്നത്. അപ്പൊ നാളെ രാവിലെ ഫുൾ കഥയുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിന് നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് അലീനയുടെ കഥ നാളത്തെ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്കമിങ് വിശേഷം ഇപ്പം അലീനയുടെ ഇടുന്നുണ്ട്, നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതും കൂടെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.